ഗൈസ്, ഇന്നൊരു സ്റ്റഡി വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അത്ര വലിയ പഠിക്കുന്ന ആളൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം, എൻ്റെ പഠിത്തത്തിൻ്റെ ഒരു ലെവൽ. പിന്നെ ഞാൻ ലൈബ്രറി പോയിട്ട് പഠിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. സോ രാവിലെ തന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇതെൻ്റെ അല്ല കേട്ടോ, അത് സ്പെഷ്യലായിട്ട് ഞാൻ കാണിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്വെറ്ററാണത്. പിന്നെ ഇത് സ്മിജി ഞാനും ഓളും കൂടി ആയിട്ട് പോണേ. ഇത് ഞങ്ങൾക്ക് വൈക്കുന്ന കിട്ടിയാണ്. അതും കുടിച്ച് നേരെ ക്യാൻറ്റീനിൽ പോയി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഈ ദഹി പിന്നെ ചപ്പാത്തി, അതായത് തൈരും ചപ്പാത്തിയും നിങ്ങൾ തിന്നില്ലെങ്കിൽ തിന്ന് നോക്കാം, അടിപൊളിയാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ലൈബ്രറിയിലേക്ക് നടന്നു. ബുക്കൊക്കെ എടുത്ത്, എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഇതിനെക്കുറിച്ച്. ഞാൻ ലൈബ്രറിയിലൊക്കെ പോയി പഠിക്കുന്നത് വളരെ റെയറാണ്. സ്മിജി അത്യാവശ്യം ഞങ്ങളുടെ റൂമിൽ പഠിക്കുന്നൊരു ആളായതുകൊണ്ട് ഓളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഭയങ്കര ലൈബ്രറിയിൽ നിന്ന് പഠിക്കുക, എന്തിനാണെങ്കിൽ ലൈബ്രറി വന്നിരിക്കുക. ഞാൻ ചില കാര്യത്തിന് ലൈബ്രറി വന്നിരിക്കേണ്ടോ, ഒന്നെങ്കിൽ ഫോൺ കളിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഉറങ്ങാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് ലൈബ്രറി. കാരണം ഇവിടെ അത്രയ്ക്ക് അടിപൊളിയാണ് ലൈബ്രറി വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ. ഭയങ്കര ശാന്തമുഖമായ സ്ഥലം. ഞങ്ങൾ ലൈബ്രറി വല്ല അത്രയും കുറേ സ്ഥലം അങ്ങനെയൊന്നുമില്ല, കുറച്ച് ചെറിയ ലൈബ്രറിയാണ്. പക്ഷെ എന്നാലും എപ്പോഴും അവിടെ സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. കുറച്ച് എന്നും കാണുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ഉണ്ടാവാറുണ്ട്. ഞാൻ സിലബസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സിലബസിൽ എന്താണോ അതാണ് ഞാൻ അതിങ്ങനെ ചാറ്റ് ജി പി ടി അല്ല, വേറൊരു ഇതുണ്ട്, എന്തോ കാലിപ്പോട്ട് എന്ന് പറഞ്ഞിട്ടോ, ഒരു മിനിറ്റ് എപ്പോൾ പറഞ്ഞുതരാം. ക്യാപ്പിലോട്ട് എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ ലാപ്പിലൊരു ഇതുണ്ട്, സൈറ്റ് ഉണ്ട്. അതിൽ കുറച്ച് സിമ്പിളായിട്ട് നോട്ട്സ് കിട്ടും. ഞാനെന്ത് ചെയ്യും, സിലബസിന് ഒരു ഇതെടുത്തിട്ട് ആ ടോപ്പിക്ക് നേരെ അതിൽ പേസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ ഒരു ചെറിയൊരു നോട്ട് തരും സിമ്പിളായിട്ട്. അത് ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റഡീസിൽ അത്ര ബെറ്ററൊന്നുമല്ല. ഞാൻ എപ്പോഴും ഒരു മിഡിൽ അല്ലെങ്കിൽ ലോവർ ആ രീതിയിലേ പോലുള്ളൂ, ഹൈ ആയിട്ട് വരാറേ ഇല്ല. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഞാൻ ഇപ്പോൾ ടൈമറൊക്കെ വെച്ചിട്ടാട്ടോ പഠിക്കുന്നത്. എന്തിനാണാവോ എന്തൊക്കെ അറിയില്ല. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ 10ാം ക്ലാസ്സൊക്കെ ആകുമ്പം ലോ സ്റ്റുഡൻസ് ഹൈ സ്റ്റുഡൻസിന് മാറ്റുന്ന ഒരു പ്രതിഭാസം പൊതുവെ സ്കൂളുകളിൽ ഉണ്ടാവണതാണ്. അങ്ങനൊരു പ്രതിഭാസമുള്ള സമയത്ത് ആ ലോ ടീമിൽ വരുന്ന ആളാണ് ഞാൻ. അപ്പം അങ്ങനെയാണ് ഞാൻ എപ്പോഴും ആ ലോ ക്ലാസ് സെറ്റപ്പാണ് ഞാൻ എപ്പോഴും അങ്ങനെയാണ്. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ലോ ക്ലാസ്സാണ്. എൻ്റെ വീട്ടിൽ ഏകദേശം എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുന്ന ടീമാണ്. ഞാനാണ് ഉള്ളിലേക്ക് ഉണ്ടാവല്ലോ എന്ന് പറയിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പാണ്. അങ്ങനെ നോട്ടുണ്ടാക്കുന്നത് എനിക്ക് നിർബന്ധമാണ്. കാരണം എക്സാമിൻ്റെ സമയത്ത് എനിക്കറിയില്ല ഞാൻ എന്തിനായിരുന്നു നോട്ടുണ്ടാക്കുന്നത്, പക്ഷെ എനിക്ക് നോട്ടുണ്ടാക്കാതെ പഠിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാനിങ്ങനെ നോട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും തലേന്ന്. ചിലപ്പോൾ ചില സമയത്ത് ഞാൻ പഠിക്കുന്നത് വരെ എക്സാമിൻ്റെ തലേന്നൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ ഇരുന്നിട്ട് നോട്ടുണ്ടാക്കിയിട്ടേ പഠിക്കുള്ളൂ. എൻ്റെ റൂംമേറ്റ്സൊക്കെ അവർ ചാറ്റ് ജി പി ടി നോക്കിയിട്ട് ഇങ്ങനെ വായിക്കും. എനിക്കത് പറ്റുകയില്ല. എനിക്ക് നോട്ട് എന്തായാലും വേണം. അപ്പോൾ അതാണ് എൻ്റെ ഒരു സ്റ്റൈല് വരുന്നത്. അങ്ങനെ അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നോട്ടുണ്ടാക്കി പഠിക്കുന്നത് കുറച്ചുകൂടി ബെറ്ററാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് പിന്നെ പിറ്റേ ദിവസം എക്സാമിന് പോയി എഴുതുമ്പോൾ എന്താ അറിയില്ല, എവിടുന്നൊക്കെ എന്തൊക്കെയോ കിട്ടി എന്നുള്ളൊരു ഇതുണ്ടാവലുണ്ട്. ഞാൻ നല്ല എഴുതും, പഠിച്ചത് കുറച്ചുണ്ടല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു നോട്ടുണ്ടാക്കി പഠിക്കുന്നതുകൊണ്ടാണോ എന്ന് തോന്നുന്നു എനിക്ക് എക്സാമിന് എഴുതാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കിട്ടും. തള്ളലാണ് മൊത്തം. എന്നാലും ഞാനെപ്പോഴൊരു ജസ്റ്റ് പാസ് സെറ്റപ്പ് നോക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു താല്പര്യമില്ലാത്ത സാധനമാണ്. അങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട്. എല്ലാവരും പിന്നെ നല്ല പഠിക്കണം എന്നില്ലല്ലോ, പക്ഷേ പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ എൻ്റെ വർക്കും സ്റ്റഡീസൊക്കെ ഒരുമിച്ച് കൊണ്ടുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ക്ലാസ്സിനൊന്നും വരാൻ കഴിയില്ല. ഞാൻ വളരെ റെയറാണ് ക്ലാസ്സിന് തന്നെ വരുന്നത്. ഇനി വരികയാണെങ്കിൽ തന്നെ ഈ ലൈബ്രറി വന്നിരിക്കും ചില സമയത്ത്. അല്ലെങ്കിൽ അവിടെ എൻ്റെ ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യ ആണല്ലോ, അപ്പോൾ നമുക്ക് സംസാരിക്കാൻ കുറേ എന്താ പറയുക കൾച്ചറൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതാണ്. അപ്പോൾ ഞാൻ ഈ നോട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ലൈബ്രറിയിൽ നിന്ന് ഒരു ഈവനിങ് ആയപ്പോൾ ഇറങ്ങിയ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ബുക്ക് ഞാൻ എടുത്തതിന് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് വായിക്കും. പക്ഷേ ഈ ഒരു വലിപ്പം കണ്ടിട്ട് എനിക്ക് മൂടങ്ങോട്ട് പോയി. അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്തിനാണ് വായിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമുക്ക് IDC പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്ക്, ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ
വേറെ സബ്ജക്റ്റ് എടുക്കണം എന്നാണ്, അതായത് നമ്മുടെ റിലേറ്റഡ് അല്ലാത്ത. അപ്പോൾ ഞാനെടുത്തത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതൊക്കെ കിട്ടിയുള്ളതുകൊണ്ട് അതെടുത്തത്. അപ്പോൾ 2 സെമ്മിൽ നമുക്ക് അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ബാഗിൽ എല്ലാ സാധനവും എടുത്ത് വെച്ച് തിരിച്ച് റൂമിലേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ്. ഒരു സമയം ഐ തിങ്ക് 5 ഒക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി 5:15 ഞാനിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ നടക്കാനും ഭയങ്കര പീസ്ഫുള്ളായ സ്ഥലം ആയതുകൊണ്ട് തന്നെ എന്തോ എനിക്ക് ഇഷ്ടമാണ് ഇവിടെ. അത്രേ ഉള്ളൂ. ബൈ.